ഒരു ഘോഷമുണ്ട്. എല്ലാ സൗന്ദര്യത്തോടെയും സ്വർഗം ചമഞ്ഞൊരുങ്ങും റമദാനിനെ സ്വീകരിക്കാൻ. സുഗന്ധ പരിമളം പറുദീസയുടെ താഴ്വാരങ്ങളിൽ കിന്നരിച്ചു ഒഴുകി നടക്കും. അർശിൻ്റെ താഴ്ഭാഗത്തു നിന്നും മുഷീറ എന്നൊരു കാറ്റ് വീശും. ആ തെന്നലിൻ്റെ തലോടലിൽ സ്വർഗവൃക്ഷങ്ങളുടെ ഇലകൾ നൃത്തം ചെയ്യും. സ്വർഗകവാടങ്ങളുടെ വളയങ്ങൾ തമ്മിലുരസി കർണാനന്ദകരമായ സംഗീതം പൊഴിക്കും. അഴകേറിയ നയനങ്ങളുള്ള സ്വർഗസ്ത്രീകൾ അവരുടെ മേടകളിൽ നിന്ന് പുറത്തേക്കിറങ്ങും. അപ്പോൾ സ്വർഗീയ സാരംഗങ്ങളിൽ നിന്നും നാദദുന്ദുബി ഉയരാൻ തുടങ്ങും. മുത്തും മരതകവും വജ്രവും പവിഴവും സ്വർണവും വെള്ളിയും വൈഢൂര്യവും യാക്കോത്തും മർജാനും പതിച്ച റയ്യാൻ വാതിലിൽ ആത്മഹർഷങ്ങളാൽ അഴകേറും. സപ്തവർണ്ണരാജികൾ ജ്വലിക്കും. സ്വർഗകാവൽക്കാരനായ റിളുവാനോട് പറയപ്പെടും, ഹേ റിളുവാൻ, സ്വർഗ കവാടങ്ങൾ തുറക്കുക. എൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തിൻ്റെ റമദാൻ വന്നെത്തിയിരിക്കുന്നു. നാഥൻ്റെ ശബ്ദം കേട്ട് സ്വർഗലോകം കോരിത്തരിക്കും. നോമ്പുകാരനെ സ്വീകരിക്കാൻ നാളെ സ്വർഗം കാത്തിരിക്കും. അതെ, പ്രണയത്തിൻ്റെ സാഫല്യമാണത്. പ്രണയിനിക്ക് വേണ്ടി ദേഹസുഖങ്ങളുടെ തിരസ്കാരത്തിന് കാത്തുവെച്ച സമ്മാനം. അന്ന് പറുദീസയുടെ താഴ്വാരങ്ങളിൽ സമാഗമം നടക്കും. കാമുകനും കാമുകിയും കണ്ടുമുട്ടുന്ന ആത്മലഹരിയിൽ ഹൂറുകൾ കുരവയിടും, മലക്കുകൾ വെഞ്ചാമരം വീശും. അതാണ് മുത്തുനബി പറഞ്ഞത്, നോമ്പുകാരന് 2 ആഹ്ലാദമുണ്ട്. 1 ഇഫ്താറിൻ്റെ വേള, 2 സ്വർഗത്തിൽ നാഥനെ കണ്ടുമുട്ടുന്ന സമയം. അതെ, അനിർവചനീയമായ ആത്മസായുജ്യത്തിൻ്റെ ആകാശപ്പരപ്പിൽ അള്ളാഹുവിനെ നേരിൽ കാണുന്ന ആ മുഹൂർത്തം ഓർത്താൽ ഒരു നിമിഷം പോലും നാഥനെ മറക്കാൻ നമുക്കാവില്ല. ഈ റമദാൻ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്തട്ടെ.